പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എല്ലാ വിശുദ്ധന്മാർക്കും സ്നേഹവന്ദനം. കർത്താവിൻ്റെ വലിയ കൃപയാൽ കർത്താവ് നമുക്ക് ഒരു ദിവസം കൂടി ദാനമായി നൽകി. കർത്താവിനെ കൂടുതലായി അറിയുവാൻ കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്നത് എത്ര ഭാഗ്യമാണ്. നമ്മൾ എത്രമാത്രം കർത്താവിനോട് കൂടിയായിരിക്കുന്നോ അത്രമാത്രം നമുക്ക് കർത്താവിനെക്കുറിച്ച് അറിയാനായിട്ടുള്ള അവസരമുണ്ട്. അപ്പോൾ ഈ ലോകയാത്രയിൽ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന ഒരു അനുഭവമാണ് ദൈവവചനം കേൾക്കുന്ന അനുഭവം. അപ്പോൾ നമുക്കിന്നും കർത്താവ് തന്ന ചില ആലോചനകൾ എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. ഇന്ന് മുതൽ അടുത്ത ചില ദിവസങ്ങളിലേക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ക്രിസ്തുവിൻ്റെ സിംഹാസനങ്ങൾ, പഞ്ചസിംഹാസനങ്ങൾ എന്നാണ് പറയുന്നത്. പഞ്ചസിംഹാസനങ്ങൾ. ചിലർക്ക് അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കും, ചിലർക്ക് അതിനെക്കുറിച്ച് അറിവ് കാണുകയില്ല. അപ്പോൾ ഏതെല്ലാമാണ് ഈ 5 സിംഹാസനങ്ങൾ, എന്താണ് ഈ സിംഹാസനത്തിലിരുന്നുകൊണ്ട് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊരു ചെറിയ ഒരു ക്ലാസ്സാണ് ഇന്നു മുതൽ തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പലർക്കും അറിയാവുന്നവർക്ക് ഒന്നുകൂടെ ഒരു റിവിഷനായി തീരട്ടെ. അറിയത്തില്ലാത്തവർക്ക് ഇതൊരു വലിയ അനുഗ്രഹമായി തീരും എന്നതിന് സംശയമില്ല. അപ്പോൾ കർത്താവിൻ്റെ ഈ 5 സിംഹാസനങ്ങൾ എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെ കർത്താവ് ഈ ലോകത്തിൽ വന്നു, പിതാവ് പുത്രനെ അയച്ചു. താൻ ഈ ലോകത്തിൽ വന്നതിന് അനേക ഉദ്ദേശങ്ങളുണ്ടായിരുന്നു. അതിൽ ഏറ്റവും വലിയ ഒരു ഉദ്ദേശം പിതാവിനെ വെളിപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. യോഹന്നാൻ 1:18. മാത്രമല്ല പാപികളായ നമ്മളെ വീണ്ടെടുക്കുക, അല്ലെങ്കിൽ രക്ഷിക്കുക. അപ്പോൾ അതിനുവേണ്ടി കർത്താവ് തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഈ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മളെ വിടുവിച്ചു, നമ്മളെ രക്ഷിച്ചു. അപ്പോൾ രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടുള്ള ബന്ധത്തിൽ കർത്താവിൻ്റെ ഈ ഇന്നത്തെ കർത്താവ് ചെയ്യുന്ന പ്രവർത്തികൾ, മുമ്പോട്ടുള്ള പ്രവർത്തികളൊക്കെ അറിയുന്നത് എത്ര ഭാഗ്യമാണ്. അതുകൊണ്ട് കർത്താവ് ലോകത്തിൽ വന്നു. താൻ ഈ ലോകത്തു നിന്നും, താൻ എവിടെ നിന്നും വന്നോ അങ്ങോട്ട് തിരികെ കരയേറിപ്പോയി. അത് നമുക്കറിയാം. കർത്താവ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്നു പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട്. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അത്രേ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്ന് യോഹന്നാൻ 6:37 കർത്താവ് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കർത്താവ് വന്നു, തന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിവർത്തിച്ചു. അത് പാപപരിഹാരം വരുത്തി താൻ സ്വർഗത്തിലേക്ക് പോയി. എന്നിട്ട് എന്തു ചെയ്തു? അവിടെ നമ്മൾ വായിക്കുമ്പോഴത്തേക്കും ഇപ്പോൾ കർത്താവ് ആയിരിക്കുന്നത് എവിടെയാണ് എന്നുള്ള വിഷയമാണ്. എന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നു? എന്നാൽ നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് എബ്രായ ലേഖനം അതിൻ്റെ 1-ാം അധ്യായം 3-ാം വാക്യം വായിക്കുമ്പോൾ അതിൻ്റെ അവസാന ഭാഗം, പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും. അപ്പോൾ Hebrews chapter 1:3 ലാസ്റ്റ് പാർട്ട് ശ്രദ്ധിക്കുക. ഇവിടെ വായിക്കുന്നത് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്ത് ഇരിക്കുകയും. അപ്പം അവൻ ഇന്ന് ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു, അല്ലെങ്കിൽ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. അതേ എബ്രായർ തന്നെ 10-ാം അധ്യായം അതിൻ്റെ 12-ഉം 13-ഉം വായിക്കുമ്പോൾ Hebrews chapter 10 verse 12 and 13 അവിടെ വായിക്കുന്നത്, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് തൻ്റെ ശത്രുക്കൾ തൻ്റെ പാതപീഠമാകുവോളവും കാത്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത്, കർത്താവ് എന്ത് ചെയ്തു? കർത്താവ് ഈ ലോകത്തിൽ നിന്നും പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗമായി തന്നെ അർപ്പിച്ച് അവസാനം താൻ സ്വർഗത്തിലേക്ക് പിതാവിൻ്റെ വലത്തുഭാഗത്ത് പോയി ഇരിക്കുന്നു എന്നുള്ളത്. അതിനെക്കുറിച്ച് പത്രോസ് പറയുന്നൊരു വാക്യം കൂടി ഞാൻ അതിനോട് ചേർന്ന് വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. 1 പത്രോസ് അതിൻ്റെ 3:22. 1 Peter chapter 3:22. നമ്മളവിടെ വായിക്കുന്നത്, അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. കണ്ടോ? അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു. നോക്കുക, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന കർത്താവ്
സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. അപ്പോൾ നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിന്നും വന്നു, സ്വർഗത്തിലേക്ക് കരേറിപ്പോയി എന്നുള്ളതാണ് വലിയൊരു യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവ് മാത്രമേ സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിട്ടുള്ളൂ. ഈ കർത്താവ് മാത്രമേ ഭൂമിയിൽ നിന്നും സ്വർഗത്തിലേക്ക് കരേറി പോയിട്ടുമുള്ളൂ. നോക്കുക, എത്ര വിലപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മുടെ കർത്താവ് ഇന്ന് എവിടെയാണ്? ഇന്ന് സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്ത് ഭാഗത്ത്, മഹിമയുടെ വലത്ത് ഭാഗത്ത് താൻ സിംഹാസനത്തിലിരിക്കുകയാണ്. അപ്പം ഇന്ന് കർത്താവ് ആ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട്, ആ സിംഹാസനത്തിൻ്റെ പേരാണ് കൃപാസനം, കൃപയുടെ സിംഹാസനം. നമ്മൾ എബ്രായ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം 16-ാം വാക്യത്തിൽ വായിക്കുന്നത് വളരെ വിശുദ്ധന്മാരോടുള്ള ബന്ധത്തിൽ വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഹെബ്രൂ ചാപ്റ്റർ 4:16, അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. നോക്കുക, കൃപാസനത്തോട് അടുത്ത് ചെല്ലുക. ഏത് സമയത്തും നമുക്ക് കൃപാസനത്തോടടുത്തില്ല. നമുക്കറിയാം, പഴയ നിയമത്തിൽ സമാഗമന കൂടാരത്തിൽ 3 ഭാഗമുണ്ടായിരുന്നു. ഏറ്റവും പുറത്തുള്ള ഭാഗമാണ് പ്രാകാരം, അതിനുശേഷം വിശുദ്ധ സ്ഥലം, അതിവിശുദ്ധ സ്ഥലം. അതിവിശുദ്ധ സ്ഥലത്താണ് ദൈവത്തിൻ്റെ ഈ കൃപാസനം ഉണ്ടായിരുന്നത്. അവിടെ പഴയ നിയമപ്രകാരം മഹാപുരോഹിതൻ ആണ്ടിലൊരിക്കൽ മാത്രം പാപപരിഹാര രക്തവുമായിട്ട് കടന്നു ചെല്ലണമായിരുന്നു. എന്നാൽ ഇന്ന് നമുക്ക് ഈ കൃപാസനത്തിനടുത്ത് ചെല്ലുവാനായിട്ട് നമുക്ക് യാതൊരു തടസ്സവുമില്ല, ആർക്കും ചെല്ലാം. നോക്കുക, എത്ര വിലപ്പെട്ട കർത്താവ് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഈ വലിയ കാര്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എത്ര നല്ല കാര്യമാണ്. പഴയ നിയമത്തിൽ പുരോഹിതന്മാർക്ക് പോലും കൃപാസനത്തിനടുത്ത് ചെല്ലാൻ പറ്റിയില്ല, മഹാപുരോഹിതൻ മാത്രം, അതും വെറുതെ ചെല്ലാൻ പറ്റിയല്ല, പാപപരിഹാര രക്തവുമായി മാത്രം. എന്നാൽ പുതിയ നിയമത്തിലെ എല്ലാ വിശുദ്ധന്മാരും പുരോഹിതന്മാരാണ്. അപ്പോൾ പുരോഹിതന്മാർക്ക് പഴയ നിയമത്തിൽ വിശുദ്ധ സ്ഥലത്ത് നിൽക്കാം, എന്നാൽ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കടന്നു പോകാൻ പറ്റിയല്ല. എന്നാൽ അതിന് തടസ്സമുണ്ടായിരുന്നത് തിരശ്ശീലയാണ്. അപ്പോൾ കർത്താവ് ക്രൂശിൽ മരിച്ചപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, തിരശ്ശീല മേൽ തൊട്ടടിയോളം കീറി. അതിൻ്റെ അർത്ഥം ആ ഒരു തടസ്സം കർത്താവ് തൻ്റെ മരണത്താൽ നീക്കി. അപ്പോൾ കർത്താവ് തൻ്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ നമുക്ക് ജീവനുള്ള പുതുവഴി തുറന്നു തരിക ചെയ്ത് കൃപാസനത്തിൻ്റെ അടുത്ത് ചെല്ലുവാൻ. അപ്പം രക്ഷിക്കപ്പെട്ട എല്ലാ വിശുദ്ധന്മാരും ദൈവത്തിന് പുരോഹിതന്മാരാണ്. നമുക്കിന്ന് നേരെ കൃപാസനത്തോട് അടുത്ത് ചെല്ലുവാൻ കഴിയും. എത്ര വലിയ കാര്യമാണ്. ദൈവം ഒരുക്കിയിരിക്കുന്ന ഈ യാഥാർത്ഥ്യങ്ങളെ ഒന്ന് തിരിച്ചറിയുന്നത് എത്ര അനുഗ്രഹം അറിയും മക്കളെ. നമുക്ക് ഈ ലോക ജീവിത യാത്രയിൽ നമുക്ക് കൃപ പ്രാപിക്കുവാൻ നമുക്ക് കൃപ വളരെ ആവശ്യമാണ്. കൃപയിലല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റിയല്ല. അപ്പം അതുകൊണ്ട് നമ്മളൊരു കാര്യം, നമുക്ക് ഈ കൃപ പ്രാപിക്കുവാൻ നമ്മൾ ഓരോ ദിവസവും ഈ കൃപാസനത്തിനടുത്ത്, ഒരു ദിവസം ഒരു പ്രാവശ്യമല്ല, എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഈ കൃപാസനത്തോടടുത്ത് ചെല്ലാനായിട്ട് കഴിയും. അപ്പോൾ ഇന്ന് കർത്താവ് ഈ കൃപാസനത്തിൽ ഇരുന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നേ, അതിനെക്കുറിച്ചൊക്കെ ഒരു ചെറിയ പ്രകാശനം നമുക്ക് തിരുവെഴുത്തിൽ കാണാൻ കഴിയും, അല്ലേ? കാരണം ഈ കൃപാസനത്തിലേക്ക് ഏതൊരു പാപിക്കും പാപമോചനത്തിന് വേണ്ടി കടന്നു വരാം. വിശ്വാസിക്ക് വേണ്ടി അവിടുന്ന് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കർത്താവ് എന്തെല്ലാം ഈ കൃപാസനത്തിൽ ഇരുന്ന് ചെയ്യുന്നു എന്നുള്ളത് അറിയുന്നത് വളരെ വിലപ്പെട്ട കാര്യമാണ്. ഇന്നും കർത്താവ് ഈ കൃപാസനത്തിൽ ഇരിക്കുമ്പോൾ ഒരു പാപി സുവിശേഷം കേട്ട് ഈ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിക്കുവാൻ അവൻ തയ്യാറായാൽ, നമുക്കറിയാം ഇത് ഒരു വ്യക്തിയുടേതായ ബുദ്ധിയിൽ ചെയ്യുന്നൊരു കാര്യമല്ല. പരിശുദ്ധാത്മാവ് പാപബോധം വരുത്തുകയും സുവിശേഷത്തിൻ്റെ കേൾവിയാൽ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പാപങ്ങളിൽ നിന്നും ഉള്ള ഒരു പൂർണ്ണ മാനസാന്തരം, ഒരു യഥാർത്ഥമായ പശ്ചാത്താപം, അനുതാപം, ഏറ്റുപറച്ചിൽ, ഇത് നടക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. അപ്പോൾ സുവിശേഷം അതുകൊണ്ടാണ് ഭൂലോകം എല്ലായിടത്തും പോയി എല്ലാ ജാതികളോടും ഈ സുവിശേഷം പറയുവാനായിട്ട് കർത്താവ് കൽപ്പിച്ചത്. അങ്ങനെ സുവിശേഷം കേൾക്കുമ്പോൾ നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവർ മാത്രം വിശ്വസിക്കുകയുള്ളൂ. അത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി 13:48 വായിക്കുന്നുണ്ട്, ആക്ട്സ് ചാപ്റ്റർ 13:48.
അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാർട്ടിൽ എഴുതിയിട്ടുണ്ട്, നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവരെല്ലാവരും വിശ്വസിച്ചെന്നാണ്. പ്രിയമുള്ളവരെ, ഈ നിയമനമൊക്കെ കഴിഞ്ഞകാല നിത്യത്തിൽ തന്നെ പിതാവ് തൻ്റെ സർവജ്ഞാനത്തിൽ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഈ നിത്യജീവന് വേണ്ടി നിയമിക്കപ്പെട്ടവർ ആരൊക്കെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അത് നമ്മൾ സുവിശേഷം പറയുമ്പോൾ കർത്താവ് പറഞ്ഞല്ലോ, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും, അവ എന്നെ അനുഗമിക്കും. അപ്പം കർത്താവിൻ്റേതായിട്ട് പിതാവ് നിർണയിച്ചിട്ടുള്ളവർ ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് അവർക്ക് യാതൊരു തടസ്സം ഉണ്ടായില്ല. അവരോടനെ അത് അനുഗമിക്കാൻ തയ്യാറാവും. ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, വലിയ ജാതീയ കെട്ടിൽ കിടക്കുന്നവർ പോലും ദൈവവചനം കേട്ടപ്പോൾ അവർ ഈ കർത്താവിനെ അനുഗമിക്കുവാനായിട്ട് തീരുമാനിച്ചു. ഞാൻ ഒരിക്കൽ ഈ മഹാരാഷ്ട്രയിൽ അക്കൽകുവ എന്ന് പറയുന്ന സ്ഥലം, അത് അവിടെ മുഴുവനും മുസ്ലിങ്ങളുടെ ഒരു സെൻ്ററാണ്. അവിടെയുള്ള വചനഘോഷണത്തിൽ ഒരു ഡോക്ടർ അവിടെ വീട്ടിലിരുന്നുകൊണ്ട് വചനം കേട്ടു. ആ ഡോക്ടർ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നെ കാണാനായിട്ട് വന്നു. അദ്ദേഹത്തിന് ഒരുപാട് സംശയം ഉണ്ടായിരുന്നു. ഞങ്ങൾ രാത്രിയിൽ ഒരു നല്ല സമയം കർത്താവിൻ്റെ സന്നിധിയിൽ ചെലവഴിച്ചു. എനിക്കൊരു കാര്യം ബോധ്യമായി, കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവപുത്രനാണ്, താൻ യഥാർത്ഥ രക്ഷിതാവാണ്. താൻ അന്ന് തന്നെ കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തു. എന്നിട്ട് മറ്റ് 3 ദിവസത്തെ മീറ്റിംഗ് ആയിരുന്നു. 2 ദിവസം കൂടെ അദ്ദേഹം വന്നു. അദ്ദേഹത്തിന് സ്നാനമേൽക്കാനായിട്ട് ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷെ അവിടെ അടുത്തെങ്ങും അതിനുള്ള ഒരു സൗകര്യം ഇല്ലാതിരുന്നതുകൊണ്ട് അതിന് കഴിഞ്ഞില്ല. എന്നാൽ താൻ കർത്താവിന് വേണ്ടി പൂർണ്ണമായും സമർപ്പിച്ചു. താൻ ഒരു ബൈബിള് വാങ്ങി അത് വായിക്കാൻ ആരംഭിച്ചു. അപ്പോൾ താൻ മദ്രസയിൽ മറ്റുള്ളവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ടീച്ചറും കൂടിയാണ്, ഡോക്ടറുമാണ് ടീച്ചറുമാണ്. താൻ അവിടെ പോക്ക് നിർത്തി. മാത്രമല്ല, താൻ ഈ ബൈബിളിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി. അദ്ദേഹത്തെ അവരാദ്യം റൂം കൈത് അല്ലെങ്കിൽ റൂമിൽ അവരെ ബന്ദിയാക്കി. അവസാനം അദ്ദേഹത്തെ അവർ കൊന്നു കളഞ്ഞു. ഭയങ്കരമായ ഒരു സംഭവം. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, ഈ കർത്താവിന് വേണ്ടി എന്തുമായി തീരുവാനായിട്ട് യഥാർത്ഥ സമർപ്പണമുള്ളവർക്ക് മാത്രമേ അത് കഴിയൂ. ഞാൻ പറഞ്ഞതിന് സാരം, ഒരു വ്യക്തിക്ക് പാവബോധം കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അപ്പോൾ സുവിശേഷം അതുകൊണ്ട് നമ്മൾ എല്ലാവരോടും പറയാനായിട്ടുള്ള കടപ്പാട് നമുക്കുണ്ട്. നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ടോ? ഇന്നും കർത്താവ് പാപികളെ രക്ഷിക്കുന്നു. നമുക്കറിയാം, അപ്പോസ്തല പ്രവൃത്തി 2:47 അവസാന ഭാഗത്ത്, ആക്ട്സ് ചാപ്റ്റർ 2:47 ലാസ്റ്റ് പാർട്ട്, അവിടെ വായിക്കുന്നത് കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നത്. അതിന്നും കർത്താവ് ചെയ്യുക. ഈ കൃപാസനത്തിൽ ഇരുന്നുകൊണ്ട് കർത്താവ് പാപിയെ രക്ഷിക്കുന്നു, ഒപ്പം തന്നെ തൻ്റെ സഭയെ പണിയുന്നു. സഭ ക്രിസ്തുവിൻ്റെ സഭയാണ്. അതാരുടെയും ഒരു പ്രൈവറ്റ് കമ്പനിക്കാർക്ക് കൊടുത്തിരിക്കുന്ന കാര്യമൊന്നുമല്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയൊരു സംഘടനയല്ല, സഭയൊരു മതമല്ല. സഭ ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഈ ശരീരത്തിൻ്റെ കെട്ടുപണി കർത്താവ് തന്നെയാണ് ചെയ്യുന്നത് എന്നാണ് നമുക്ക് വചനത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കണം, ഇന്ന് നമ്മൾ കാണുന്നതൊക്കെ ഓരോ സംഘടനകളും ഓരോ ഈ മതങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അതും ദൈവസഭയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെയെല്ലാം രക്ഷിക്കപ്പെട്ട ചിലരുണ്ടാകും. ദൈവത്തിൻ്റെ പരിശുദ്ധമാവിൽ വീണ്ടും ജനിച്ചവർക്ക് ദൈവം ഈ സത്യം വെളിപ്പെടുത്തി കൊടുക്കും. അവർക്ക് യഥാർത്ഥമായും സത്യത്തിൽ വളരാൻ ആഗ്രഹമുണ്ടെങ്കിൽ, കാരണം ഇതിനൊക്കെ എന്തുണ്ടായിരിക്കും, ഒരു വലിയൊരു ആഗ്രഹം നമുക്ക് വേണം ഈ കർത്താവിനെ അറിയുവാൻ. അല്ലേ, ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിപ്പാൻ ഞാൻ നിർണയിച്ചു എന്ന് പൗലോസ് 1 കൊരിന്ത്യർ 2:2 പറയുന്നുണ്ട്. 1 Corinthians chapter 2 verse 2. അപ്പോൾ ഞാൻ പറയുന്നൊരു സാരം, ക്രിസ്തുവിലായിക്കഴിഞ്ഞ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൽ വളരണമെന്നും ക്രിസ്തുവിൽ തന്നെ കാണപ്പെടണമെന്നുമുള്ള ഒരു ആഗ്രഹം അവർക്കുണ്ടാവും. ആ ഒരാഗ്രഹം താൻ ഫിലിപ്പ് ലേഖനം 3:10 വായിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കണം, ക്രിസ്തുവിൽ കാണപ്പെടണം, ഈ ക്രിസ്തുവിനെ നേടണം. അപ്പോൾ അതാണ് തൻ്റെ ലക്ഷ്യം. ഇതിനെക്കുറിച്ചൊരു നല്ല പ്രകാശനം വിശുദ്ധന്മാർ പ്രാപിക്കണം. അങ്ങനെ പ്രാപിച്ച് നമ്മൾക്ക് ജീവിക്കുവാനായിട്ട് കഴിയണം. ഇന്ന് നമുക്കങ്ങനെ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ നമ്മൾ യഥാർത്ഥമായും ഈ രക്ഷിതാവുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടോ? അപ്പോൾ ഈ കൃപാസനത്തിൽ ഇരുന്നുകൊണ്ട് ഇന്നും കർത്താവ് എന്ത് ചെയ്യുന്നു? ഒന്ന്, താൻ പാപികളെ രക്ഷിക്കുന്നു, ഒപ്പം തന്നെ തൻ്റെ സഭ പണിയുന്നു. മൂന്നാമത്തെ കാര്യം, ഈ രക്ഷിക്കപ്പെട്ട ദൈവമക്കളിൽ പലപ്പോഴും പല വീഴ്ചകളുണ്ടാവും. രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അവർ പാപം ഉണ്ടാകുകയില്ല എന്നല്ല. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ലോകം വിശുദ്ധന്മാർക്ക് യോഗ്യമല്ല. 1 യോഹന്നാൻ 5:19 വായിക്കുന്നുണ്ട്, സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു.
അപ്പോൾ അങ്ങനെ ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്ന ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മളിൽ തെറ്റുകളുണ്ടാകാം. മാത്രമല്ല, ഈ ജഡം എപ്പോഴും ആത്മാവിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കും. ആത്മാവിൻ്റെ പ്രവൃത്തികൾക്ക് അതിന് ഒരിക്കലും വിധേയപ്പെടാനായിട്ട് ഈ ജഡം തയ്യാറാകുകയില്ല. നമ്മൾ ഗലാത്യർ 5:16 വായിക്കുന്നുണ്ട്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ചിലപ്പോൾ ജീവിതത്തിൽ കുറവുകൾ, തെറ്റുകൾ വരാം. അപ്പോൾ തെറ്റുകൾ വന്നു കഴിയുമ്പോൾ നമുക്കറിയാം, നമ്മളെ കുറ്റം വിധിക്കുവാൻ, നമ്മുടെ തെറ്റുകളെ കണ്ടുപിടിക്കുവാനായിട്ട് പിശാച് ഇങ്ങനെ ഇറങ്ങി കിടക്കുക. അപ്പോൾ അവൻ ദൈവത്തിൽ ചെന്ന് അവൻ ആവശ്യപ്പെടും. എന്നാൽ ദൈവം കൊടുക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ ദൈവത്തിന് നമ്മൾ വിലയേറിയവരാ, കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. രക്ഷിക്കപ്പെട്ട ഒരു ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം കർത്താവ് ഒരിക്കലും നമ്മളെ കൈവിടുന്നില്ല. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ 1 യോഹന്നാൻ അതിൻ്റെ 2-ാം അധ്യായം 1-2 വാക്യം വായിക്കുമ്പോൾ, 1 John chapter 2 verse 1-2 അവിടെ വായിക്കുന്നത്, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. കാര്യസ്ഥൻ, അഡ്വക്കേറ്റ്. അപ്പോൾ നമുക്ക് വേണ്ടി വാദിക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു അഡ്വക്കേറ്റ് നമുക്ക് വേണ്ടി പിതാവിൻ്റെ പക്കലുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മളെ ദുഷ്ടൻ്റെ കയ്യിലേക്ക് വിട്ടുകൊടുക്കുകയില്ല എന്നാണ് നമുക്കവിടെ വായിക്കാൻ കഴിയുന്നത്. അപ്പോൾ ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ അതിൻ്റെ അർത്ഥം നമുക്ക് ഇഷ്ടം പോലെ ജീവിച്ചുകൊണ്ട് പാപം ചെയ്യാവുന്നതാണോ? ഒരിക്കലുമല്ല. രക്ഷിക്കപ്പെട്ടൊരു ദൈവത്തിൽ ഒരിക്കലും അങ്ങനെ ഒരു വ്യാമോഹം ഉണ്ടാകുകയില്ല. മാത്രമല്ല, നമ്മൾ റോമാലേഖനം 8-ാം അധ്യായം 34-ാം വാക്യം അവിടെ വായിക്കുന്നത് അറിയാമോ? അതിൻ്റെ ലാസ്റ്റ് ഭാഗം, റോമൻസ് ചാപ്റ്റർ 8 verse 34, അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. നോക്കുക, അവിടുന്ന് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. അവിടുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുന്നു. നമുക്കറിയാം, കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ തന്നെ തൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി താൻ പക്ഷപാതം ചെയ്തതിനെക്കുറിച്ച്, പ്രത്യേകിച്ചും പത്രോസിനോടുള്ള ബന്ധത്തിൽ കർത്താവ് പറഞ്ഞ വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 31-ാം വാക്യത്തിലാണ് ഞാൻ വായിക്കാം. ശിമോനെ, ശിമോനെ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിന് കൽപ്പന ചോദിച്ചു. നോക്കുക, ഞാനോ നിന്റെ വിശ്വാസം പൊയ്പോകാതിരിപ്പാൻ നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. കണ്ടോ, ശിമോന് പോലും അറിയത്തില്ല ഈ കാര്യം. ശിഷ്യന്മാർക്ക് ആർക്കും അറിഞ്ഞുകൂടാ. നോക്കുക, അപ്പം കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അതൊരു നമ്മളെ സംബന്ധിച്ചിടത്തോളം എത്ര ആശ്വാസകരമാണ്. നമ്മൾ രക്ഷിക്കപ്പെട്ട് ദൈവവൈതൽ എവിടെയാണ് പ്രിയമുള്ളവരെയും? നമ്മൾ ദൈവ കരങ്ങളിലാണ്. കർത്താവ് തന്നെ പറഞ്ഞ വാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. യോഹന്നാൻ 10:28, ജോൺ ഗോസ്പൽ ചാപ്റ്റർ 10 verse 28 വായിക്കുന്നത്, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചുപോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയുമില്ല. കണ്ടോ, എത്ര വിലപ്പെട്ട കാര്യമാണ്. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയുമില്ല. ദൈവം തനിക്ക് വേണ്ടി വേദനിച്ചവരാ തൻ്റെ മക്കൾ, വിശുദ്ധന്മാർ. അവരെ പിടിച്ചു പറിക്കാൻ ആർക്കും കഴിയില്ല. ഈ പിശാച് എപ്പോഴും വിശുദ്ധന്മാരെ ജീവിതത്തെ തകർക്കുവാനായിട്ട് അവനെങ്ങനെ നടക്കും. ഒരിക്കൽ പിശാചുക്കളൊക്കെ കർത്താവിൻ്റെ ദർബാറിൽ സ്വർഗത്തിൽ ചെന്നപ്പോൾ ഈ പിശാചിനോട് ദൈവം ചോദിച്ചൊരു ചോദ്യമുണ്ട്. പിശാച്, നീ എവിടെ നിന്ന് വരിക? ഉടനെ അവൻ പറഞ്ഞറിയോ, ഞാൻ ഭൂമിയിലല്ല. അപ്പോൾ അവിടെ ഞാൻ വായിക്കാം. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യമാണ്. യഹോവ സാത്താനോട്, എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി വെച്ചുവോ? അവനെ പോലെ നിഷ്കളങ്കനും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ടാലെന്നവനും ഭൂമിയിൽ ആരുമില്ലല്ലോ നിലവിളിച്ചു. അതിന് സാത്താൻ യഹോവയോട്, വെറുതെയോ ഇയ്യോബ് ദൈവഭക്തനായിരിക്കുന്നത്? നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കിട്ടിയിട്ടില്ലയോ? നീ അവൻ്റെ പ്രവൃത്തിയെ അനുഗ്രഹിച്ചിരിക്കുന്നു, അവൻ്റെ മൃഗസമ്പത്ത് ദേശത്ത് പെരുകിയിരിക്കുന്നു. നോക്കുക, അപ്പോൾ ഇവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. ഒരു വിശുദ്ധനോടുള്ള ബന്ധത്തിൽ അവനെ എങ്ങനെയെല്ലാം ദൈവം കാക്കുന്നു എന്നുള്ളത് വളരെ അനുഗ്രഹിക്കപ്പെട്ട കാര്യം ദൈവമക്കളെ. നമ്മളത് വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഇവിടെ ഈ സാത്താൻ തന്നെ പറയാണ്, നീ അവനും അവൻ്റെ വീടിനും
അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിരിക്കുന്നു. കണ്ടോ, എത്ര ഭദ്രതയാണ്! വിശുദ്ധന്മാരുടെ ഭദ്രതയെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് പഠിക്കാറുണ്ട്. യാത്രയായി ഞാൻ പോകുന്നില്ല. എങ്കിലും ഞാൻ ഒന്ന് രണ്ട് അനുഭവങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ പഴയ നിയമ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ നിങ്ങളോട് പെട്ടെന്ന് പറഞ്ഞ് കേൾപ്പിക്കാം. ഇസ്രായേലിനും ഇസ്രായേമിൽ അടിമകളായി പാർക്കുന്ന സമയത്ത് അവിടെ സംഭവിച്ച കാര്യമാണ്. എക്സോഡസ് 8:21-23. അവിടെ പുറപ്പാട് പുസ്തകം 8-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. നീ എൻ്റെ ജനത്തെ വിട്ടയക്കില്ല എങ്കിൽ ഞാൻ നിന്റെ മേലും നിന്റെ ഭൃത്യന്മാരുടെ മേലും നിന്റെ ജനത്തിന്മേലും നിന്റെ ഗ്രഹങ്ങളിലും നായീച്ച അയക്കും. മിസ്രയീമ്യരുടെ വീടുകളും അവർ പാർക്കുന്ന ദേശവും നായീച്ച കൊണ്ട് നിറയും. ഭൂമിയിൽ ഞാൻ തന്നെ യഹോവയെന്ന് നീ അറിയേണ്ടതിന് എൻ്റെ ജനം പാർക്കുന്ന ഗോശേൻ ദേശത്ത് അന്ന് ഞാൻ നായീച്ച വരാതെ വേർതിരിക്കും. എൻ്റെ ജനത്തിനും നിന്റെ ജനത്തിനും മധ്യേ ഞാനൊരു വ്യത്യാസം വയ്ക്കും. കണ്ടോ, നോക്കുക. അപ്പോൾ മിസ്രയീമ്യർക്കുണ്ടായ ബാധ ഇസ്രായേൽക്കുണ്ടായില്ല. നോക്കുക, അവരുടെ മധ്യത്തിൽ പാർക്കുന്ന ഇസ്രായേൽ പാർക്കുന്നിടത്ത് ഒരു നായീച്ച പോലും വന്നില്ല എന്ന് പറയുമ്പോൾ എത്ര ഭയങ്കരമാണ്. ദൈവം ഇത് പലവട്ടം അതിൻ്റെ 9-ന്റെ 4-ാം വാക്യത്തിൽ യഹോവ ഇസ്രായേലിന്റെ മൃഗങ്ങൾക്കും മിസ്രയീമ്യരുടെ മൃഗങ്ങൾക്കും തമ്മിൽ വ്യത്യാസം വയ്ക്കും. അപ്പോൾ നീ ഇതാ ഒരു കൽമഴ വരികയാണ്. അതിനെക്കുറിച്ച് പറയുക. അതിൻ്റെ 26-ാം വാക്യം, ഇസ്രായേൽ മക്കൾ പാർത്ത ഗോശേൻ ദേശം മാത്രം കൽമഴ ഉണ്ടായില്ല. നോക്കുക, അപ്പോൾ കൽമഴയാൽ പുറത്തുണ്ടായിരുന്ന അവിടെ മൃഗങ്ങളെല്ലാം ചത്തു. എന്നാൽ ഇസ്രായേൽ മക്കളുടെ ഒരെണ്ണം പോലും ചത്തില്ല. ആ ദേശത്ത് കൽമഴ ഉണ്ടായില്ല. നോക്കുക, ഇനി അതിൻ്റെ പുറപ്പാട് പുസ്തകം 10-ന്റെ അതിൻ്റെ 22-ഉം 23-ഉം വാക്യം, എക്സോഡസ് ചാപ്റ്റർ 10:22-23. മോശെ തൻ്റെ കൈ ആകാശത്ത് നീട്ടി മിസ്രയീം ദേശത്ത് 3 ദിവസത്തേക്ക് കൂരിട്ടുണ്ടായി. 3 ദിവസത്തേക്ക് ഒരുത്തനും കണ്ടില്ല, ഒരുത്തനും തൻ്റെ സ്ഥലം വിട്ട് എഴുന്നേറ്റതുമില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു. നോക്കുക, എത്ര അത്ഭുതമല്ലേ! ഞാൻ പറയാൻ സാരം പ്രിയമുള്ളവരെ, ദൈവം തൻ്റെ ജനത്തെ എങ്ങനെ കാക്കുന്നു, പരിപാലിക്കുന്നു എന്ന് നമ്മൾ അറിയേണ്ടതിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ ഒരു കാര്യം വ്യക്തമായല്ലോ, നമ്മൾ ദൈവത്തിനുള്ളവരാണെങ്കിൽ ദൈവത്തിന് നമുക്ക് വേണ്ടിയുള്ള കരുതൽ എത്ര വലുതാണ്. അതിൻ്റെ 11-ന്റെ 7 എക്സോഡസ് ചാപ്റ്റർ 11:7 അവിടെ വായിക്കുന്നു, എന്നാൽ യഹോവ മിസ്രയീമ്യർക്ക് ഇസ്രായേൽക്ക് മധ്യേ വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യൻ്റെയോ മൃഗത്തിൻ്റെയോ നേരെ ഒരു നായ് പോലും നാവ് അനക്കയില്ല. ഓ, എത്ര ഭയങ്കരമാണ്! അവര് വിട്ടുപോരുകയാണ്. വിട്ടുപോരുമ്പോൾ ഇസ്രായേലിലെ എല്ലാ ഭവനങ്ങളിലും മരണം നടന്നിരിക്കുക. മരണം സംഭവിക്കാത്ത ഒന്നുമില്ല, രാജകൊട്ടാരം മുതൽ കുടിൽ വരെ. എന്നാൽ ഇസ്രായേൽ മക്കളിൽ ആരും മരിച്ചില്ല. അപ്പോൾ അവർക്ക് നേരെ ഒരു നായ് പോലും അനക്കിയില്ലെന്ന്. നോക്കുക, അതാണ് കർത്താവ് വയ്ക്കുന്ന ആ മാറ്റം. ദൈവമക്കൾ എത്ര ഭാഗ്യവാന്മാരാണ്! കർത്താവിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രാപിച്ച, കർത്താവിൻ്റെ വിളി സ്വീകരിച്ച വിശുദ്ധന്മാരുള്ള ബന്ധത്തിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ദൈവത്തിൻ്റെ കൃപാസനത്തിനടുത്ത് എന്ന് ഈ കൃപ പ്രാപിക്കുവാൻ നമുക്ക് ആവശ്യമുണ്ട്. അവിടുന്ന് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തതിൻ്റെ ഫലമായിട്ട് ചിലർ പഠിപ്പിക്കാറുണ്ട്, നമ്മൾ തെറ്റ് ചെയ്താൽ, പാപം ചെയ്താൽ നമ്മുടെ രക്ഷ നഷ്ടപ്പെടുമെന്നൊക്കെ. ഒരിക്കൽ നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ആ രക്ഷ ഒരിക്കലും നഷ്ടമാകുന്നില്ല. കാരണം രക്ഷിച്ച കർത്താവ് രക്ഷിച്ച ശേഷം നമ്മളെ വിട്ടുകളയുന്നില്ല, തൻ്റെ കരങ്ങളിൽ വഹിക്കുക. മാത്രമല്ല, ശക്തമായ ഒരു വാക്യം നമ്മൾ എബ്രായ ലേഖനം, ഒരുപാടുണ്ട് എബ്രായ ലേഖനം, നേരത്തെ നമ്മൾ വായിച്ചല്ലോ, യോഹന്നാൻ 10:28, എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയില്ല എന്ന്. കർത്താവ് അവർക്ക് നിത്യജീവൻ കൊടുത്തു. അത് ദൈവത്തോടു കൂടെയുള്ള വാസമാണ്. നിത്യജീവൻ്റെ ഒരർത്ഥം ദൈവത്തോടു കൂടെയുള്ള വാസമെന്നാണ്. അപ്പോൾ അങ്ങനെ വസിക്കുന്ന ഒരു വ്യക്തി അവൻ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ആ വ്യക്തിയെക്കുറിച്ച് തിരുവചനം പറയുന്നത് എബ്രായർ 7:25 വായിക്കുന്നത്, താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നതിനാകിയാൽ അവൻ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ പ്രാപ്തനാകുന്നു. നോക്കുക, ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിക്കുന്നതിനാകിയാൽ
അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. കണ്ടോ? നമ്മൾ യൂദായുടെ ലേഖനത്തിലും അവസാനം അങ്ങനെ ഒരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. യൂദായുടെ ലേഖനം അതിൻ്റെ 24-ാം വാക്യം, വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. നോക്കുക, നമ്മുടെ കർത്താവ് എങ്ങനെയുള്ള ദൈവമാണ് പ്രിയമുള്ളവരെ. നമ്മളെത്ര ഭാഗ്യവാന്മാരാണ്. നിങ്ങളൊരു കാര്യം എന്നെ കേൾക്കുന്ന വിശുദ്ധന്മാരോട് ചോദിക്കട്ടെ, യഥാർത്ഥമായും നിങ്ങൾ രക്ഷിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഓരോ ദിവസവും നമുക്ക് ഈ കൃപാസനത്തിനടുത്തിയെന്ന്, കാരണം എൻ്റെ കൃപ നിനക്ക് മതി എന്ന് പൗലോസ്ലീഹായുടെ 2 കൊരിന്ത്യർ 12:9 കർത്താവ് പറഞ്ഞു. തൻ്റെ വളരെ വേദനിപ്പിക്കുന്ന രോഗത്തിൻ്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് കൊടുത്ത ഉത്തരമാണ്, എൻ്റെ കൃപ നിനക്ക് മതി. അതേ പ്രിയമുള്ളവരെ, നമുക്ക് ഈ ലോകയാത്രയിൽ ഏറ്റവും ആവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തിൻ്റെ കൃപ. ഈ കൃപ പ്രാപിച്ച് നമ്മൾ കൃപ നഷ്ടമാക്കരുത്. കൃപയിൽ നിൽക്കണം, ആ കൃപയിൽ വളരണം. അതുകൊണ്ട് കൃപ വ്യർത്ഥമാകാനായിട്ട് നമ്മൾ സമ്മതിക്കരുത്. ഓരോ ദിവസവും നമുക്ക് ആവശ്യമുള്ള ദൈവകൃപ ഈ കൃപാസനത്തിൽ നിന്നും പ്രാപിക്കുവാൻ ദൈവം നമുക്ക് അനുവാദം തന്നിരിക്കുക. അതിനുള്ള വലിയൊരു അവകാശം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കർത്താവ് ആയിരിക്കുന്നത് കൃപാസനത്തിലാണ്. ഈ കൃപാസനത്തിനടുത്ത് വരുന്ന ഏതൊരു വ്യക്തി പാപിയാണെങ്കിൽ പാപിക്ക് രക്ഷ നൽകുന്നു. രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടുള്ള ബന്ധത്തിൽ അവർ വീഴാതെ വണ്ണം കർത്താവ് കാക്കുന്നു. നാം കർത്താവിൻ്റെ കരങ്ങളിൽ ഭദ്രമാണ്. എത്രയോ ആനന്ദപ്രദമായൊരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. ഇങ്ങനെയൊരു ജീവിതമാണോ നമ്മൾ നയിക്കുന്നത്? നമുക്ക് ഈ കൃപാസനത്തിനടുത്തിയെന്ന് ക്രൂശിൻ്റെ വചനം കേട്ട് സത്യം അറിഞ്ഞിട്ട് മാനസാന്തരപ്പെട്ട് കർത്താവിൻ്റെ കൃപയാലുള്ള രക്ഷ പ്രാപിച്ചുകൊണ്ട് രക്ഷിക്കപ്പെട്ട്, കാരണം നമ്മൾ ആരും നമ്മുടെ പ്രവൃത്തി കൊണ്ട് രക്ഷിക്കപ്പെടുന്നില്ല, കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നതിന് അതിന് പ്രവൃത്തികളും കാരണമല്ല. എഫേസ്യർ 2:8 നമുക്കെല്ലാവർക്കും അറിയാവുന്ന സുപരിചിതമായ വാക്യങ്ങളാണല്ലോ. അപ്പോൾ ഞാൻ പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം പഠിക്കണം, മനസ്സിലാക്കണം. ഇന്ന് യഥാർത്ഥത്തിൽ ഈ കൃപാസനത്തിനടുത്തില്ലെന്ന ഒരു അനുഭവം നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ അനിവാര്യമാണ്. ഓരോ ആവശ്യ നേരത്തും നമുക്ക് ഈ കൃപാസനത്തോടടുത്തില്ലാൻ കഴിയണം. അത് എത്ര വട്ടം വേണമെങ്കിലും ചെല്ലുവാൻ നമുക്ക് അനുവാദമുണ്ട്. നമുക്ക് കൃപയില്ലെങ്കിൽ നമുക്കൊരിക്കലും ജയാളിയായിട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് ഓരോ ദിവസവും ഈ കൃപാസനത്തോട് നമുക്ക് അടുത്തിയെല്ലാം നമുക്ക് ആവശ്യമായിരിക്കുന്ന കൃപ പ്രാപിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ വേല ചെയ്യുവാൻ കൃപ വേണം. കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കണമെങ്കിൽ കൃപ വേണം. അതുകൊണ്ട് ഈ കൃപാസനത്തിങ്കൽ കർത്താവ് ചെല്ലുന്നവർക്കെല്ലാം കൃപ ധാരാളമായി കൊടുക്കുവാൻ താൻ ഒരുക്കമുള്ളവനാണ്. അതുകൊണ്ട് ഒരു ജയാളിയായ ജീവിതം നയിക്കുവാൻ നമുക്ക് ഈ കൃപാസനത്തിനടുത്തിയെല്ലാം മറ്റുള്ള 4 സിംഹാസനങ്ങൾ കൂടിയുണ്ട്. ഞാനത് നാളെ മറ്റൊരു സിംഹാസനത്തെക്കുറിച്ച് പറയാം. അത് ന്യായാസനം എന്നുള്ളതാണ്. അത് വിശുദ്ധന്മാരുള്ള ബന്ധത്തിലാണ്. നാളെ ഞാൻ ആ ക്ലാസ് നിങ്ങളോട് പറയാം. അപ്പോൾ ഈ 5 സിംഹാസനങ്ങളിലും കർത്താവ് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇന്ന് കൃപാസനത്തിൻ്റെ ആ ഗൗരവം മനസ്സിലാക്കി നമുക്ക് ഓരോ ദിവസവും കൃപാസനത്തിനടുത്തിയെന്ന് അനുഗ്രഹം പ്രാപിച്ചവരായി നല്ല അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ, ജ്ഞാനികളായി ജീവിക്കുവാൻ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിപ്പാൻ ദൈവം ഈ വചന കേൾവിയാൽ കേൾക്കുന്ന എല്ലാ വിശുദ്ധന്മാർക്കും ഇടയാക്കട്ടെ. കർത്താവിന് മാത്രം മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ.